ഇന്നൊരു നാടൻ സുഖിയനാണ് ഉണ്ടാക്കുന്നത്. അതിനായി 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. കല്ലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അത് പെറുക്കി കളയണം. അതിനുശേഷം ഒരു 4-5 പ്രാവശ്യം വെള്ളം മാറ്റി നല്ലതുപോലെ കഴുകിയെടുക്കണം. ഈ ചെറുപയർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നില്ല. ഞാനിവിടെ പ്രഷർ കുക്ക് ചെയ്താണ് വേവിച്ചെടുക്കുന്നത്. ആദ്യം പയർ പ്രഷർ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. കൃത്യമായ മെഷർമെൻറ്റിലാണ് ഞാനിവിടെ ഓരോന്നും എടുത്തിരിക്കുന്നത്. ഒരല്പം ഉപ്പിട്ട് കൊടുക്കണം. ശർക്കര ചേർക്കുന്ന മധുരപലഹാരമാണെങ്കിലും ഒരല്പം ഉപ്പ് ചേർക്കണം. ആവശ്യമായ വെള്ളവും ഒഴിച്ച് അടച്ചു വയ്ക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. സ്റ്റീം വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഒരു 4 വിസിലിന് ശേഷം ഞാനത് മാറ്റി വെച്ചു. പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ചെയ്തതാണ്. നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഈ പാകത്തിനാണ് വേവിച്ചെടുക്കേണ്ടത്. വെള്ളം തീരെയില്ല. 1 കപ്പ് പയറിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് പ്രഷർ കുക്ക് ചെയ്തത്. ഒരു സ്പൂൺ വെച്ച് തന്നെ ഇത് നമുക്ക് മാഷ് ചെയ്തെടുക്കാൻ കഴിയും. വേവിച്ച പയർ ഒരു ചെരുവത്തിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾക്ക് കാണാനും എനിക്ക് മിക്സിങ്ങിനും ഇതാണ് സൗകര്യം. പ്രഷർ കുക്കറിൽ തന്നെ ചെയ്യാവുന്നതാണ്, പക്ഷെ അത് ചെറിയ കുക്കറാണ്, അതുകൊണ്ടാണ് ഞാനിത് മാറ്റിയത്. പയറിന് ശേഷം ഞാൻ അതിലേക്ക് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കര പൊടിയില്ലേ, അതാണ് ഇട്ട് കൊടുത്തത്. ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. ഇനി നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്ന് പറഞ്ഞാൽ പയറൊക്കെ കുറേശ്ശെ ഉടച്ചു കൊടുക്കണം. സാധാരണ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം തന്നെ അത് ഉരുക്കി അരിച്ചതിന് ശേഷം തേങ്ങയും പയറും അതിൽ വിളയിച്ചെടുക്കണം. വിളയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തേങ്ങയും ശർക്കരയും ഒക്കെ ശർക്കരപ്പാനിയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ വരട്ടിയെടുക്കണം. സുഖിയന് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കേണ്ടതുണ്ട്. അതിനാണ് ഞാനിവിടെ മാഷ് ചെയ്തെടുക്കുന്നത്. കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ വൃത്തി സ്പൂൺ വെച്ച് ചെയ്യുന്നതാണ്. ഇനി അതെല്ലാം മീഡിയം സൈസ് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം. തീരെ ചെറുതും ഒരുപാട് വലുതും ആകാൻ പാടില്ല. അങ്ങനെ എല്ലാം ഉരുട്ടിയെടുത്തു കഴിഞ്ഞു. ഇനി സുഖിയനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഒരു ബോളിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വറുത്ത അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. സുഖിയന് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് അരിപ്പൊടി കൂടി ചേർക്കുന്നത്. മാവിന് ഒരല്പം ഉപ്പ് വേണം. കുറച്ച് നല്ല ജീരകം കൂടി ചേർക്കണം. കളറിനായി കുറച്ച് മഞ്ഞളും ചേർക്കാം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും വിട്ടുപോകരുത്. അതിനുശേഷം കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് മാവുണ്ടാക്കിയെടുക്കണം. ഒരുപാട് ലൂസാകാനും പാടില്ല, തിക്കാകാനും പാടില്ല. കോട്ടിംഗ് ഇളകിപ്പോകാത്ത രീതിയിലായിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി. ആദ്യമേ തന്നെ കുറേ വെള്ളം ഒഴിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പാകം തെറ്റിപ്പോകും. അതുകൊണ്ട് കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കണം. 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി ഒരു കടായി ചൂടാക്കിയെടുക്കാം. സുഖിയൻ എണ്ണയിൽ മുങ്ങിക്കിടന്ന് ഫ്രൈ ആകാനുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഷേപ്പിലെ കടായിയാണ് ഏറ്റവും നല്ലത്. ഫ്ലാറ്റ് ബോട്ടം ആണെങ്കിൽ എണ്ണ ധാരാളം ഒഴിക്കേണ്ടി വരും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ തിളച്ചോന്നറിയാൻ അല്പം മാവ് ഒഴിച്ചു കൊടുത്തതാണ്. അത് നല്ലതുപോലെ ഫ്രൈ ആയി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഓരോ ബോൾസും മാവിൽ മുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഹീറ്റിലാണല്ലോ നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത്, പക്ഷേ അതിനുശേഷം ഫ്ലെയിം ഇമ്മീഡിയറ്റ്ലി നമ്മൾ കുറയ്ക്കണം. എന്നാൽ മാത്രമേ പാകത്തിന് ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുപോലെ ഇട്ടാൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല. താഴത്തെ സൈഡ് ഫ്രൈ ആയതിനു ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും സാവകാശം ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം മാത്രമേ എടുത്തു മാറ്റാൻ പാടുള്ളൂ. ഇതെല്ലാം കോരിയെടുത്തതിനു ശേഷം അടുത്ത ബാച്ച് ഇടുന്നതിന് മുമ്പ് ഫ്ലെയിം വീണ്ടും ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റണം. മാവിൽ മുക്കി ബോൾസ് എല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും ഫ്ലെയിം കുറച്ചു കൊടുക്കണം. 2 സൈഡും ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തതിനു ശേഷം എടുത്തു മാറ്റണം. ഇങ്ങനെയാണ് സുഖിയൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ 3 ബാച്ചസ് ആയിട്ട് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തത്.
ഞാൻ പറഞ്ഞു തന്ന ഓരോ ടിപ്സും അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. ഇനി നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം.